പാകിസ്ഥാൻ ആഗോള വേദികളിൽ എപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന സമാധാനത്തിന്റെ അംബാസിഡർ എന്ന മുഖംമൂടി അഴിച്ചുവെക്കുന്നതാണ് പ്രമുഖ സൈനിക നിരീക്ഷകൻ മേജർ ഗൗരവ് ആര്യ തന്റെ ഓപ്പൺ കോളർ എന്ന പരിപാടിയിലൂടെ ചർച്ച ചെയ്യുന്നത്. കറാച്ചിയിലെ അതീവ സുരക്ഷിത മേഖലയായ സിന്ധ് റേഞ്ചേഴ്സ് ആസ്ഥാനത്തിന് നേരെയുണ്ടായ അതിശക്തമായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിശകലനം. ഇസ്ലാമാബാദ് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന സുരക്ഷാ അവകാശവാദങ്ങളും അവരുടെ ആഭ്യന്തര യാഥാർത്ഥ്യങ്ങളും തമ്മിൽ എത്രത്തോളം വലിയ ആഘാതമായ വ്യത്യാസമുണ്ടെന്ന് ഈ സംഭവം അടിവരയിടുന്നു. ആഗോളതലത്തിൽ തങ്ങൾ ഭീകരതയുടെ ഇരകളാണെന്ന് വരുത്തി തീർക്കാനുള്ള പാകിസ്ഥാന്റെ നയതന്ത്ര നാടകങ്ങളെ ഈ ആക്രമണം പാടെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. കറാച്ചിയിലെ ആക്രമണം നടന്ന മിനിറ്റുകൾക്കകം തന്നെ പാകിസ്ഥാന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ പതിവ് പോലെ വിവരങ്ങൾ മറച്ചുവെക്കാനും പുകമറ സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചും ജീവഹാനിയെക്കുറിച്ചും പാക് ഭരണകൂടവും മാധ്യമങ്ങളും പുറത്തുവിട്ട കണക്കുകൾ വലിയ തോതിലുള്ള സംശയങ്ങൾക്ക് വഴിമാറുകയാണ്. യഥാർത്ഥ മരണസംഖ്യയും പരിക്കേറ്റവരുടെ വിവരങ്ങളും മനഃപൂർവ്വം കുറച്ചു കാണിച്ചുകൊണ്ട് തങ്ങളുടെ സുരക്ഷാ ഏജൻസികളുടെ പരാജയം മറച്ചുപിടിക്കാനാണ് ഇസ്ലാമാബാദ് ശ്രമിച്ചതെന്ന് മേജർ ഗൗരവ് ആര്യ വ്യക്തമാക്കുന്നു. സൈനിക താവളങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ ആഭ്യന്തരമായി ഉണ്ടാക്കുന്ന വലിയ ജനരോഷവും ഭയവും തണുപ്പിക്കാൻ കണക്കുകളിൽ കൃത്രിമം കാണിക്കുന്നത് പാകിസ്ഥാന്റെ സ്ഥിരം ശൈലിയാണ്. ഈ കറാച്ചി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയരുന്ന ഏറ്റവും ഗൗരവമേറിയ മറ്റൊരു ചോദ്യം ഇതൊരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആകാനുള്ള സാധ്യതയെക്കുറിച്ചാണ്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്ക് ലഭിക്കേണ്ട സാമ്പത്തിക സഹായങ്ങളും നയതന്ത്ര പിന്തുണയും ലക്ഷ്യമിട്ട് പാക് ചാരസംഘടനയായ ISI തന്നെ ആസൂത്രണം ചെയ്തതാണോ ഈ ആക്രമണം എന്ന സംശയം ശക്തമാണ്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ സഹതാപം പിടിച്ചുപറ്റാനും ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ തങ്ങൾ ഇപ്പോഴും മുൻപന്തിയിലാണെന്ന് കാണിക്കാനും പാക് സൈന്യം സ്വന്തം മണ്ണിൽ തന്നെ ഇത്തരം നാടകങ്ങൾ അരങ്ങേറാറുണ്ട്. സ്വന്തം ജവാന്മാരുടെ ജീവൻ പണയം വെച്ചും ഇത്തരം കളികൾ കളിക്കാൻ പാക് സൈനിക നേതൃത്വത്തിന് യാതൊരു മടിയുമില്ലെന്ന് മുൻകാല സംഭവങ്ങൾ തെളിയിക്കുന്നു. തങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ ഭീകരാക്രമണങ്ങൾക്കും പിന്നിൽ ഇന്ത്യയുടെ കള്ളക്കളികളാണെന്ന് ആരോപിക്കുന്നത് പാകിസ്ഥാന്റെ നയതന്ത്ര നയത്തിന്റെ ഭാഗമാണ്. കറാച്ചിയിലെ സ്ഫോടനത്തിന് പിന്നിലും ഇന്ത്യൻ ഏജൻസികളുടെ കൈകളുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് പാക് വിദേശകാര്യ മന്ത്രാലയം ആദ്യം മുതൽ ശ്രമിച്ചത്. എന്നാൽ ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അതേസമയം തന്നെ പാകിസ്ഥാൻ അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിക്കുള്ളിലേക്ക് വ്യോമാക്രമണങ്ങൾ നടത്തുന്നുവെന്ന വൈരുദ്ധ്യവും ഇവിടെ ദൃശ്യമാണ്. ഭീകരവാദത്തിന്റെ ഉറവിടം അഫ്ഗാനിസ്ഥാനാണെന്ന് പറഞ്ഞ് അവിടെ ബോംബുകൾ വർഷിക്കുകയും അതേസമയം അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി പാകിസ്ഥാൻ പുലർത്തുന്ന ബന്ധം ഇപ്പോൾ പൂർണ്ണമായും വഷളായിരിക്കുകയാണ്. ഒരു കാലത്ത് തങ്ങൾ തന്നെ പോറ്റി വളർത്തിയ ഭീകര സംഘടനകൾ ഇന്ന് പാകിസ്ഥാന് തന്നെ ഭീഷണിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. തഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ പോലുള്ള സംഘടനകൾക്ക് അഫ്ഗാൻ മണ്ണിൽ അഭയം ലഭിക്കുന്നുണ്ടെന്നത് ആരോപിച്ചാണ് പാകിസ്ഥാൻ അഫ്ഗാനിൽ വ്യോമാക്രമണം നടത്തുന്നത്. എന്നാൽ ഇതേ ഭീകരവാദികളെ സമാധാന ചർച്ചകളുടെ പേരിൽ മുൻപ് പാക് മണ്ണിലേക്ക് സ്വാഗതം ചെയ്ത ചരിത്രവും ഇസ്ലാമാബാദിനുണ്ട്. ഈ പരസ്പര വിരുദ്ധമായ നിലപാടുകൾ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ നയത്തിന്റെ ദയനീയ പരാജയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പാകിസ്ഥാൻ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന നയതന്ത്ര സന്ദേശങ്ങളും അവരുടെ അതിർത്തിക്കുള്ളിലെ യഥാർത്ഥ സാഹചര്യങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ട്. ആഗോള വേദികളിൽ പ്രാദേശിക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാജ്യമായാണ് അവർ സ്വയം ചിത്രീകരിക്കുന്നത്. എന്നാൽ പ്രായോഗിക തലത്തിൽ ഭീകരവാദത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്ന നയം അവർ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. ഈ ഇരട്ട നയത്തിന്റെ ദുരന്ത ഫലമാണ് കറാച്ചിയിലെ റേഞ്ചേഴ്സ് ആസ്ഥാനത്തുണ്ടായ ആക്രമണം പോലുള്ള സംഭവങ്ങളിലൂടെ പുറത്തു വരുന്നത്. തീവ്രവാദത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കാത്തിടത്തോളം കാലം പാകിസ്ഥാന് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സാധിക്കില്ല. പാക് സൈന്യത്തിന്റെ ഉള്ളിലെ അഴിമതിയും കാര്യക്ഷമതയില്ലായ്മയും ഇത്തരം ആക്രമണങ്ങളിലൂടെ കൂടുതൽ വെളിപ്പെടുകയാണ്. പ്രതിരോധ ആവശ്യങ്ങൾക്കായി രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് സിംഹഭാഗവും കൈപ്പറ്റുന്ന സൈന്യത്തിന് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങൾക്ക് പോലും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ല. ആധുനിക യുദ്ധമുറകളിലോ സുരക്ഷാ ക്രമീകരണങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും രാഷ്ട്രീയ അട്ടിമറികളിലുമാണ് പാക് ജനറൽമാർക്ക് താല്പര്യം. ഈ അനാസ്ഥയുടെ വില നൽകേണ്ടി വരുന്നത് അതിർത്തിയിലും ക്യാമ്പുകളിലും കാവൽ നിൽക്കുന്ന സാധാരണക്കാരായ സൈനികരാണ്. പാകിസ്ഥാനിലെ വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര അസ്ഥിരത ഭീകര സംഘടനകൾക്ക് കൂടുതൽ കരുത്തു പകരുകയാണ്. സാമ്പത്തിക തകർച്ചയും രാഷ്ട്രീയ പ്രതിസന്ധികളും കാരണം ജനങ്ങൾ ദുരിതത്തിലാകുമ്പോൾ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പുതിയ റിക്രൂട്ട്മെന്റുകൾ നടത്താൻ എളുപ്പമാകുന്നു. ഭരണകൂടത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന യുവാക്കൾ ഇത്തരം വിനാശകരമായ വഴികളിലേക്ക് തിരിയുന്നത് പാകിസ്ഥാന്റെ ഭാവി കൂടുതൽ ഇരുളടഞ്ഞതാക്കുന്നു.
കറാച്ചി പോലുള്ള ഒരു വലിയ വാണിജ്യ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ തകിടം മറിക്കാനേ ഉപകരിക്കൂ. മേജർ ഗൗരവ് ആര്യ തന്റെ വിശകലനത്തിലൂടെ പാകിസ്ഥാന്റെ ഈ തകർച്ചയ്ക്ക് പിന്നിലെ ചരിത്രപരമായ കാരണങ്ങളെയും സ്പർശിക്കുന്നുണ്ട്. ഭീകരവാദത്തെ നല്ല ഭീകരവാദമെന്നും ചീത്ത ഭീകരവാദമെന്നും തരംതിരിച്ച പാകിസ്ഥാന്റെ പഴയ തന്ത്രം ഇപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെയും മറ്റ് അയൽ രാജ്യങ്ങൾക്കെതിരെയും ഉപയോഗിക്കാൻ വളർത്തിയവർ ഇപ്പോൾ പാക് ഭരണകൂടത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്നു. സ്വന്തം വീട്ടിൽ വളർത്തുന്ന പാമ്പ് മറ്റുള്ളവരെ മാത്രമേ കടിക്കൂ എന്ന് കരുതുന്ന വിഡ്ഢിത്തമാണ് പാക് ഭരണാധികാരികൾ ഇത്രയും കാലം കാണിച്ചതെന്ന് വ്യക്തം. അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ പാകിസ്ഥാന്റെ ഈ നയതന്ത്ര നാടകങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. FATF പോലുള്ള ആഗോള നിരീക്ഷണ സംവിധാനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പാകിസ്ഥാൻ കാണിച്ച താൽക്കാലിക പരിഷ്കാരങ്ങൾ ഒന്നും തന്നെ ശാശ്വതമല്ലെന്ന് കറാച്ചി സംഭവം തെളിയിക്കുന്നു. ഭീകരവാദത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും ഫണ്ടിംഗ് ശൃംഖലകളും ഇപ്പോഴും പാകിസ്ഥാനിൽ സജീവമാണെന്ന യാഥാർത്ഥ്യം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്ലാമാബാദിന്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. ചൈന ഉൾപ്പെടെയുള്ള അവരുടെ അടുത്ത സഖ്യകക്ഷികൾ പോലും തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയെ ഓർത്ത് പാകിസ്ഥാനിൽ ആശങ്കാകുലരാണ്. പാകിസ്ഥാന്റെ വിദേശ നയം എപ്പോഴും ഇന്ത്യയോടുള്ള വിരോധത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ളതാണ്. തങ്ങളുടെ രാജ്യത്തുണ്ടാകുന്ന ഏത് ചെറിയ ആഭ്യന്തര പരാജയത്തിനും പിന്നിൽ ഇന്ത്യയുടെ കള്ളക്കളിയാണെന്ന് വരുത്തി തീർക്കാൻ മാത്രമേ പാക് ജനതയുടെ ശ്രദ്ധ തിരിക്കാൻ സാധിക്കൂ എന്ന് ഭരണകൂടത്തിന് അറിയാം. കറാച്ചി റേഞ്ചേഴ്സ് ആസ്ഥാനത്തെ ആക്രമണത്തെയും ഇത്തരം ഒരു പുകമറ സൃഷ്ടിക്കാൻ അവർ ഉപയോഗിച്ചു. എന്നാൽ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാന്റെ സ്വന്തം സുരക്ഷാ വീഴ്ചകളും ആഭ്യന്തര ശത്രുക്കളുമാണ് ഈ തകർച്ചയ്ക്ക് കാരണമെന്ന് വ്യക്തമാകും. ഈ പ്രതിസന്ധി ഘട്ടത്തിലും പാക് മാധ്യമങ്ങൾ ഭരണകൂടത്തിന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി യഥാർത്ഥ വാർത്തകൾ മൂടിവെക്കാൻ നിർബന്ധിതരാകുകയാണ്. സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം പാകിസ്ഥാനിൽ അസാധ്യമായി മാറിയിരിക്കുന്നു എന്ന മേജർ ഗൗരവ് ആര്യ ചൂണ്ടിക്കാണിക്കുന്നു. സൈന്യത്തിന്റെ പരാജയങ്ങൾ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ കർശനമായ സെൻസർഷിപ്പാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കറാച്ചി ആക്രമണത്തിന്റെ വ്യാപ്തിയും അതിന്റെ യഥാർത്ഥ പശ്ചാത്തലവും പാക് ജനതയിൽ നിന്ന് ഒളിച്ചു വെക്കുന്നത് വഴി താൽക്കാലികമായ അധികാരം നിലനിർത്താൻ മാത്രമേ ഭരണാധികാരികൾക്ക് സാധിക്കൂ. കറാച്ചി ആക്രമണം പാകിസ്ഥാന് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. അയൽ രാജ്യങ്ങളിലേക്ക് ഭീകരത കയറ്റുമതി ചെയ്യുന്ന നയം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ അവർക്ക് സ്വന്തം രാജ്യത്ത് സമാധാനം കൊണ്ടുവരാൻ കഴിയില്ല. നയതന്ത്ര തലത്തിൽ നടത്തുന്ന പൊള്ളയായ സമാധാന പ്രസംഗങ്ങൾ കൊണ്ട് ആഗോള സമൂഹത്തെ ഇനി അധികകാലം പറ്റിക്കാൻ സാധിക്കില്ലെന്ന യാഥാർത്ഥ്യം ഇസ്ലാമാബാദ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭീകരതയുടെ ആഗോള കേന്ദ്രം എന്ന ചീത്തപ്പേരിൽ നിന്ന് മാറണമെങ്കിൽ വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് മാറ്റം വരേണ്ടത്. ഓപ്പൺ കോളർ എപ്പിസോഡിലൂടെ മേജർ ഗൗരവ് ആര്യ പാകിസ്ഥാന്റെ നിലവിലെ ദയനീയമായ സുരക്ഷാവസ്ഥയെ കൃത്യമായി തുറന്നു കാട്ടുന്നു. കറാച്ചി റേഞ്ചേഴ്സ് ആസ്ഥാനത്തെ ആക്രമണം ഒരൊറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് പാകിസ്ഥാൻ ദശാബ്ദങ്ങളായി പിന്തുടരുന്ന തെറ്റായ നയങ്ങളുടെ സ്വാഭാവികമായ അനന്തരഫലം മാത്രമാണ്. ആഭ്യന്തരമായി ആളിപ്പടരുന്ന തീയണയ്ക്കാൻ ശ്രമിക്കാതെ അന്താരാഷ്ട്ര വേദികളിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാവാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ നാടകം പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥ ശത്രുക്കൾ സ്വന്തം അതിർത്തിക്കുള്ളിൽ തന്നെയുണ്ടെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാത്തിടത്തോളം കാലം പാകിസ്ഥാന്റെ ഈ പതനം തുടർന്നുകൊണ്ടേയിരിക്കും.